ഞാൻ മോദിയെ 12 വർഷത്തിലേക്ക് ചുരുക്കാൻ എനിക്ക് പറ്റാറില്ല. 25 വർഷം. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. എന്നാൽ ഗുജറാത്ത് BJPയിൽ മോദി അത്ര പോപ്പുലറായിരുന്നില്ല. 1997 മോദിയെ ഗുജറാത്തിൽ വരുന്നതിൽ നിന്ന് വരെ വിലക്കി അവിടുത്തെ BJPക്കാർ. കേശുഭായ് പട്ടേൽ, വാജുഭായ് വാല, ശങ്കർ സിംഗ് വഘേല വലിയ ആൾക്കാരൊക്കെയാണ്. എന്തുകൊണ്ടോ അവർക്ക് മോദിയെ ഇഷ്ടമായിരുന്നില്ല. ശരി, മോദിയെ ഡൽഹിയിൽ ലിമിറ്റ് ചെയ്ത് ബാക്കി സ്ഥലത്തൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. ബട്ട് ഗുജറാത്ത് പോകാൻ പാടില്ലെന്നല്ല, അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടരുത്. ബട്ട് അവസാനം ഇവർ തമ്മിൽ തന്നെ വഴക്കായി പ്രശ്നമായി കഴിഞ്ഞപ്പോൾ മറ്റ് നിവൃത്തിയില്ലാതെ കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ടാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാകുന്നത്. ഒരു എക്സ്പീരിയൻസും ഇല്ല. വലിയ അഡ്മിനിസ്ട്രേഷൻ, വലിയൊരു സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. കേരളം പോലെയല്ല. ഇറ്റ്സ് എ ബിഗ് സ്റ്റേറ്റ്. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ, അദാനി, അംബാനി, ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന പേരുകളൊക്കെ കിടന്ന് കളിക്കുന്നത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് കേന്ദ്രീകരിച്ചും ബറോഡ കേന്ദ്രീകരിച്ചും ഒക്കെ പഴയ രാജാക്കന്മാർ, ഒരുപാട് ലോബികൾ, ബിസിനസ്സുകാരൊക്കെ യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ് ഗുജറാത്ത്. അവിടെയാണ് ഓർക്കാപ്പുറത്ത് ഈ മനുഷ്യൻ മുഖ്യമന്ത്രിയാകുന്നത്. ശരി, ഒന്ന് ഇരുന്ന് ശ്വാസം വിടുന്നതിന് മുമ്പ് ഈ പ്രശ്നം തുടങ്ങി, ഹിന്ദു മുസ്ലിം പ്രശ്നം. ഡെസ്പറേറ്റായി എന്ത് ചെയ്യണമെന്നറിയാം. ആരോട് പറയണം? DGPയെ വിളിക്കണോ, SPയെ വിളിക്കണോ? അറിയില്ലല്ലോ. അപ്പം അന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിനെ വിളിച്ചു. കോൺഗ്രസ്സുകാരനാണെങ്കിലും ആപത്തിൽ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് പോലീസുകാരെ വിട്ടു തരണം, വലിയ പ്രശ്നത്തിലാണ് ഞാൻ. അയ്യോ, ഇവിടെ പറ്റില്ല, എനിക്ക് തന്നെ തികയാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. കൊടുത്തില്ല. രാജസ്ഥാനോട് ചോദിച്ചു, കൊടുത്തില്ല. മോദി ഒറ്റയ്ക്ക് തന്നെ. പിന്നെ അന്ന് വാജ്പേയിയാണ് ഭരിക്കുന്നത്. അദ്വാനി പട്ടാളത്തെ എയർലിഫ്റ്റ് ചെയ്ത് എത്തിച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് 3 ദിവസം കഴിഞ്ഞിരുന്നു. 72 hours എടുത്തു. മോദി പഞ്ചാബിൽ KPS ഗില്ലിനെ വിളിച്ചു. ഗിൽ സാബിനെ ഒന്ന് സഹായിക്കണം. അപ്പം ഗില്ല് ഈ നമ്മുടെ കലാപം അടിച്ചമർത്തുന്നതിൽ വലിയ വിദഗ്ധനാണ്. കറക്റ്റ്. അതെ. ഇവരുടെ കലാപകാരികളുടെ പൊതു സ്വഭാവം, അവരുടെ അസംബ്ലി, ഇതൊക്കെ എങ്ങനെ തകർത്ത് കളയണം എന്ന് ഗില്ലിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പഞ്ചാബിൽ റിട്ടയറൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഗില്ല് വന്നു. ഗില്ലാണ് ഗുജറാത്ത് പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ട്, ഗില്ലിന് ഗുജറാത്തിനെ പറ്റി അറിയാം, സ്ഥലങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഗില്ലിൻ്റെ നിയന്ത്രണത്തിൽ. പിന്നെ അപ്പോഴത്തേക്ക് പട്ടാളമൊക്കെ വന്നു. ഫ്ലാഗ് മാർച്ചൊക്കെ ചെയ്യും. പട്ടാളത്തെ വെച്ചിട്ട് നമുക്കൊരു കലാപം അമർച്ച ചെയ്യാൻ വലിയ പ്രയാസമാണ്. പട്ടാളത്തിന് ഒറ്റ ഭാഷയെ അറിയാവുള്ളൂ, വെടി. ശ്രദ്ധിച്ചിട്ടുണ്ട്? വേറെ ഒരു പരിപാടി അവർക്കില്ല. പറയുക, പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ വെടിവെക്കുക. വേറെ ആയുധമില്ലല്ലോ. അതിൽ താഴെയുള്ള ആയുധമൊന്നുമില്ല. തല്ലാനുള്ള ലാത്തിയോ ചൂരലോ ഒന്നും പട്ടാളത്തിൻ്റെ കയ്യിലില്ല. ഏറ്റവും കുറഞ്ഞ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചുമ്മാ സ്വന്തം ജനതയെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? സോ വളരെ കോഷ്യസ് ആയിട്ട് ഈ പട്ടാളത്തെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പോലീസിന് അങ്ങനെയല്ല. പോലീസിന് കുറേയധികം മറ്റ് മാർഗങ്ങളുണ്ട്. ഈ പറഞ്ഞ ജലബീരങ്കി, റബ്ബർ ബുള്ളറ്റ്, ലാത്തി, ടിയർ ഗ്യാസ്, ഇതൊന്നും പട്ടാളത്തിൻ്റെ കയ്യിലില്ല. പോലീസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും പട്ടാളത്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ പോലീസാണ് ആവശ്യം. പോലീസിൻ്റെ നിയന്ത്രണം, എണ്ണം, ഇതൊക്കെ ആ കഷ്ടപ്പാടിൽ കഴിഞ്ഞു. ബട്ട് അപ്പോഴത്തേക്ക് മോദി നമ്മൾ അരം വെച്ച് കത്തിരാകുമല്ലോ, തീ പറക്കും. നമ്മൾ ഇങ്ങനെ ഇപ്പോൾ മെഷീനൈസ്ഡ് ഇങ്ങനെ കറങ്ങുന്ന അതിൽ കത്തിരാകുമ്പോൾ തീ പറക്കും. ഭയങ്കര ടെമ്പറേച്ചറാണ്. ബട്ട് കത്തി അസാമാന്യ മൂർച്ചയിൽ വരും. അങ്ങനെ ചാണയ്ക്ക് വെച്ച ചൂളയിൽ വെച്ച് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത വ്യക്തിയായിട്ട് നരേന്ദ്രമോദി ഉദയം ചെയ്തു. പുതിയൊരു നരേന്ദ്രൻ. അസാമാന്യമായ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. കഴിഞ്ഞ 25 വർഷമായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു. ഒരു ദിവസം, ഒരൊറ്റ ദിവസം ലിയോ കേട്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രിക്ക് ശാരീരിക അസ്വാസ്ഥ്യം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാർ പരിശോധിച്ചു. 2 ദിവസത്തെ വിശ്രമം ഉപദേശിച്ചു. അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഭയപ്പെടാനൊന്നുമില്ല. ഇങ്ങനൊരു മെഡിക്കൽ ബുള്ളറ്റിൻ കേട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇല്ല. എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് പോകുന്നു?
നമ്മളെപ്പോലുള്ളവരൊക്കെയാണ് ഒരു 4 രാജ്യത്ത് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ കഷ്ണമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്, പാഴ്സൽ കൊണ്ടുവരുന്ന പോലെ. നടക്കില്ല. ഇത് 8 ദിവസം കൊണ്ട് 5 രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വന്നു. അപ്പം ഞാനൊന്ന് ഉള്ളിൽ വിചാരിച്ചു, എന്ത് പരിപാടിയാണ്, പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞൊരു വിമാനം എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ്, വെറുതെയാണോ പ്രതിപക്ഷം കുറ്റം പറയുന്നത്? മനസ്സിൽ, പുറത്ത് പറഞ്ഞില്ല. ഇപ്പോൾ ഈ നമ്മുടെ ഹോർമുസ് കടലിടുക്ക് പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ നാടെല്ലാം കരാറുണ്ടാക്കി വെച്ചിരിക്കുന്നു. 21 സ്ഥലത്തു നിന്നാണ് നമ്മൾ ക്രൂഡ് ഓയിലും ഗ്യാസും വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 47 സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. ഈ 47 സ്ഥലത്തു നിന്ന് അനായാസം വാങ്ങാൻ എങ്ങനെ സാധിച്ചു? ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിലയും സംഗതിയും, അത് വില ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോളറിലാണോ കച്ചവടം, യുവാനിൽ വേണോ, ഇങ്ങനെ വേണം. ഇതൊക്കെ ഒരു കരാറിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കരാറ് നേരത്തെ പുള്ളി തയ്യാറാക്കി വെച്ച് എല്ലായിടത്തും എണ്ണ കിട്ടുന്ന സകല സ്ഥലത്തും 1 ലിറ്ററെങ്കിലും 1 ലിറ്റർ അത് തന്നേക്ക് ചേട്ടാ, ആവശ്യം വരും. ശരി, നമുക്ക് നോക്കാം, ആവശ്യം വന്നാൽ എന്നോട് പറഞ്ഞു, കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു ടാങ്കറേ തരാനുണ്ടാവുള്ളൂ, മതി എന്നൊക്കെ പറഞ്ഞു. ഇത് നേരത്തെ ഒപ്പിട്ട് വെച്ചിരിക്കുക. ഈ ഹോർമൂസ് കുഴപ്പമായി കഴിഞ്ഞപ്പോൾ 47 സ്ഥലത്തു നിന്ന് 21 പകരം 47 സ്ഥലത്തു നിന്ന് ഇതിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു മനസ്സിലാവുന്നു, വെറുതെ തെറ്റിദ്ധരിച്ചു, പാവം. ഇങ്ങനെ മുൻകൂട്ടി കണ്ടിട്ട് ഒറ്റ സോഴ്സിൽ നിന്നാണ് വരുന്നത്. ഗൾഫ് രാജ്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ്, ഇറാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കൊരു ബാക്കപ്പ് വേണ്ടേ? ഇന്ന് പ്രതിപക്ഷങ്ങൾ സ്വപ്നം കണ്ടു, LPGയുമായിട്ട് വീട്ടമ്മമാരെല്ലാം കൂടെ കാലി ഗ്യാസുമായിട്ട് റോഡിലിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, വലിയ കലാപം നടക്കുന്നു, ഭരണകൂടം കൊഴിയുന്നു, രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുന്നു. ഈ സ്വപ്നമായിട്ട് തന്നെ അവശേഷിച്ചു അല്ലേ? ഇപ്പോൾ ഹോർമസ് തുറന്നെങ്കിലും ഇനിയും ഒരു 3 മാസമെങ്കിലും എടുക്കും ഇത് നോർമലാവാൻ. ഇന്ന് വരെ ഏതെങ്കിലും വീട്ടിൽ LPG മുടങ്ങിയോ? കൊമേഴ്ഷ്യൽ LPGക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, കുറച്ച് ഹോട്ടലുകൾ പൂട്ടേണ്ടി വന്നു, അല്ലെങ്കിൽ ഐറ്റംസ് കുറച്ചു, അങ്ങനെ ഇങ്ങനെ റോക്കറ്റ് അടുപ്പ്, ബുള്ളറ്റ് അടുപ്പ് ഒക്കെ ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു പ്രശ്നം ഉണ്ടായി. അത്രയല്ലേ ഉണ്ടായുള്ളൂ. അതെ, നമ്മുടെ കയ്യിൽ 90% ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം ഇത്ര വലിയ പ്രതിസന്ധി, ഇത്ര നീണ്ടു നിന്ന പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഇത് പിടിച്ചു നിൽക്കാൻ ഈ രാജ്യത്ത് സാധിച്ച് 140 കോടി ആൾക്കാർക്ക് കൊടുക്കണ്ടേ? വയറ് നിറയണ്ടേ? ഇത് മാത്രം കൊടുത്താൽ മതിയോ? നേപ്പാളിന് കൊടുക്കണം, ബംഗ്ലാദേശിന് കൊടുക്കണം, മാലദ്വീപ്സിന് കൊടുക്കണം, ശ്രീലങ്കയ്ക്ക് കൊടുക്കണം. ഇതെല്ലാം ചെയ്യാനുള്ള മിടുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആകസ്മികമായിട്ട് മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യൻ അസാമാന്യമായി കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അല്ലാതെ ആരെങ്കിലും സഹായിക്കാനൊന്നും പലപ്പോഴും ആൾക്കാരുണ്ടായിരുന്നില്ല. പാർട്ടിക്കുള്ളിലും എതിർപ്പുണ്ടായിരുന്നു, പാർട്ടിക്ക് പുറത്ത് എതിർപ്പിൻ്റെ ഭീകരമായ അവസ്ഥയായിരുന്നു. 2014 ഇദ്ദേഹം അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഭൂമിയിലെ സകല കൊള്ളരായ്മയ്ക്ക് ഉത്തരവാദിത്വം മോദിക്കായിരുന്നു. അന്ന് ഞാൻ ഈ TV ചർച്ചയ്ക്കൊക്കെ പോകുന്ന കാലം. അപ്പോൾ അന്ന് സകല പ്രശ്നങ്ങളും മോദിയുടെ തലയിലാണ്. ദാദ്രി ഓർമ്മയുണ്ടോ ഒരു സംഭവം? അഖ്ലാഖ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമിനെ ബീഫ് കയ്യിൽ വെച്ചതിന് തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ദാദ്രി എന്ന് പറയുന്നത് UPയിലെ ഒരു സ്ഥലമാണ്. അവിടെ ഭരിക്കുന്നത് അഖിലേഷ് യാദവാണ്, സമാജ്വാദി പാർട്ടി. അങ്ങേർക്കൊരു ഉത്തരവാദിത്തമില്ല ആ സ്റ്റേറ്റിൽ സംഭവിച്ചതിന്. അങ്ങേർക്ക് ഉത്തരവാദിത്തമില്ല, അങ്ങേര് ഫ്രീ. മോദിക്കാണ് കുറ്റം. ഇവിടുത്തെ കേരളത്തിലെ സകല ചാനലുകളും മോദിയെ ദാദ്രിയുടെ പേരിൽ കുറ്റം പറയാൻ ഇനിയൊന്നും ബാക്കിയില്ല. ഈ അവസ്ഥയായിരുന്നു. ഇപ്പോൾ അത് കുറേശ്ശെ കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. പൊതുവേ TV ചർച്ചകൾ നോക്കിക്കോ, കേരളത്തിലെ ലോക്കൽ പ്രശ്നങ്ങളാണ്, അങ്ങോട്ട് കടക്കുന്നില്ല. കാരണം കടന്നാൽ അപകടമാണ്. അവിടെ മാനം മുട്ട വളർന്നിരിക്കുന്നു മോദി. ഇപ്പോൾ എന്നെ കൂടെ ചേർക്കൂ എന്ന് പറഞ്ഞിട്ട് ദീനദയാൽ ഉപാധ്യായ മാർഗ്, അവിടെയാണ് BJPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ അമിത്ഷാ നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇനി ആരെയും എടുക്കുന്നില്ല.